സുനിത ദേവദാസിന്റെ ഇന്ന് രാവിലത്തെ വീഡിയോ സീക്രട്ട് ഏജന്റ് എക്സ്പോസ്ഡ്. മനാഫ് വിഷയത്തിൽ ഏജന്റിന്റെ ഇരട്ടമുഖം അക്കമിട്ട് കാണിക്കാം. ഓക്കെ, സുനിത ദേവദാസ് ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു ചാനലാണ്. കാരണം ഞാൻ പല കോണ്ടന്റുകളും അവിടെ കാണാറുണ്ട്, അതിൽ നിന്ന് കുറേ പോയിന്റ്സ് കിട്ടാറുണ്ട്. ഓക്കെ, സുനിത കുറേ വർഷമായിട്ട് എങ്ങനെയാണ് ഒരു ഇൻസ്പയറിങ് പേഴ്സൺ ആയിട്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഓക്കെ ഇതിൽ റെസ്പോണ്ട് ചെയ്യേണ്ടത് നിർബന്ധമാണ്. കാരണം ഇന്നലത്തോടു കൂടി എല്ലാം കംപ്ലീറ്റ് കാര്യങ്ങളും ഷട്ട് ഡൗൺ ചെയ്ത് ഇതൊരു ലൂപ്പിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമില്ലാതെ ലാസ്റ്റ് വീഡിയോ എടുക്കാൻ കാറിൽ കയറിയപ്പോഴാണ് മനാഫ് എന്ന് പറയുന്നത്, ഞാൻ സംസാരിക്കണം, എൻ്റെ വിഷമവും ഈ എഫേർട്ടും ഞാൻ കണ്ടിട്ടുണ്ട്, ഓക്കെ ഞാൻ സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ന് കയറുന്നതാണ് മൂപ്പര്. അപ്പോൾ ഞാൻ മൂപ്പരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളിത് പറയുന്നത് നിങ്ങളെ ആ ഒരു മനസ്സാണ്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളെ വലിയ മനസ്സാണ്. കാരണം ഇപ്പോൾ പറയേണ്ടതാണെങ്കിൽ മനാഫിന് പറയണ്ട. സുനിത ഈ വീഡിയോയിൽ പറഞ്ഞു വെക്കുന്നത് ഇതെല്ലാം മനാഫിൻ്റെ വലിയ മനസ്സാണ്. ഇല്ലയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അത് ഞാൻ ഇഗ്നോർ ചെയ്യുന്നില്ല. മനാഫിനെ പോലെ തന്നെ ആ ഫാമിലി എന്നെ വിശ്വസിച്ചിട്ടുണ്ട്. ഓക്കെ, അവർക്ക് ഇപ്പോൾ സുനിതയെ പോലെ ഇപ്പോഴും എൻ്റെ ഇരട്ട മുഖമോ എൻ്റെ കുത്തിത്തിരിപ്പോ എന്നൊക്കെ വിശ്വസിക്കുന്നവരോട് ഒരൊറ്റ ചോദ്യം, ഞാനാണ് ആ വീട്ടുകാരെ ഈ ഒരു സൈബർ ആക്രമണത്തിലേക്ക് ഇട്ടുകൊടുക്കേണ്ട സ്റ്റേജിലേക്ക് എത്തിച്ചത് എന്ന് അവർക്കൊരു നേരം, സൈബർ ആക്രമണം അനുഭവിക്കുന്നവർക്ക് മനസ്സിലാവുമല്ലോ, അവൻ പറഞ്ഞിട്ട് ഞങ്ങൾ ചെയ്തതുകൊണ്ട് ഇങ്ങനെയായി. അത്ര അത് മനസ്സിലാവാത്ത ആൾക്കാരൊന്നുമില്ല, മനുഷ്യന്മാരാണ്, നല്ല വിദ്യാഭ്യാസം ബുദ്ധിയുള്ള ആൾക്കാരെല്ലാവരും. അവർ വീണ്ടും എന്നെ അടുപ്പിക്കൂ, വീണ്ടും എന്നെ ആ വീടിൻ്റെ ഭാഗത്തേക്ക് അവരോട് സംസാരിക്കാനും ചെല്ലാൻ അവർ സമ്മതിക്കുമോ? മനാഫ് എത്ര നല്ല മനസ്സിന് ഉടമയാണെങ്കിലും അങ്ങനെ ഒരു കുത്തിത്തിരിപ്പ് ചെയ്തു എന്ന് മനാഫിന് ഒരു നേരം, ഒരു സെക്കൻഡിൽ തോന്നിയ മനാഫ് എൻ്റെ ഒപ്പം ഇരുന്നിട്ട് ഞാൻ പറയടാന്ന് പറയൂ? നിങ്ങൾക്ക് തെറ്റി. സുനിത ദേവദാസിനെ പോലെയുള്ള ഒരുപാട് പേർക്ക് നിങ്ങൾക്ക് എവിടെയോ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഈ വിഷയത്തിൽ. ഓക്കെ, അതുകൊണ്ട് ഈ ലൂപ്പ് ഞാൻ എൻഡ് ചെയ്യാണ്. ഇനിയും ഒരുപാട് പേർക്ക് സംശയം കാണും. സുനിത ഇട്ട വീഡിയോൻ്റെ കുറച്ച് ഭാഗം. അർജുൻ്റെ കുടുംബവും മനാഫും തമ്മിൽ എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കിയ സ്ഥിതിക്ക് ഇനിയും ഈ വിഷയം സംസാരിക്കണം എന്തിനാന്ന് നിങ്ങളിൽ ചിലരൊക്കെ ഇപ്പോൾ ഓർക്കുന്നില്ലേ? സുനിതയ്ക്ക് എന്തിൻ്റെ കേടാന്ന്? എനിക്ക് ചിലത് പറഞ്ഞു പോയേ പറ്റൂ. അല്ലെങ്കിലേ ഈ അപ്രിയ സത്യങ്ങളൊക്കെ പറയാൻ ആരെങ്കിലുമൊക്കെ നാട്ടിൽ ബാക്കി വേണം. മനാഫ് ഭയങ്കര നന്മയുടെ നിറകുട ആയതുകൊണ്ട് ആ ചാഞ്ഞമരത്തിൽ ഓടിക്കേറിയ ചിലരെ ഈ നിമിഷത്തിൽ ഓർക്കാതെ പോകാൻ എനിക്ക് പറ്റൂല. ഞാൻ ലിസ്റ്റ് ചെയ്ത് പറഞ്ഞേ പോവുള്ളൂ. ഒന്നാമത്തെ ആള് സീക്രട്ട് ഏജന്റ് ആണ്. സായിയെക്കുറിച്ച് ജീവിതത്തിൽ ഒരു വീഡിയോ ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. കാരണം ഞാൻ രാഷ്ട്രീയം വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ആളാണ്. എൻ്റെ വഴിയിൽ എവിടെയും സായി ഉണ്ടായിരുന്നില്ല. പക്ഷെ സായി മനാഫ് അർജുൻ വിഷയത്തിൽ ഓഡിറ്റ് ചെയ്യപ്പെടേണ്ട വ്യക്തി തന്നെയാണ്. അത് ആരെങ്കിലും ചെയ്യണമല്ലോ. ഇപ്പം നടന്ന പ്രശ്നത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചതിൽ സായിക്ക് വലിയ പങ്കുണ്ട്. സായി ഒരു വലിയ നന്മമരമാണെന്ന് സായി മനാഫിനെ കൊണ്ട് വരെ പറയിപ്പിച്ച് പുണ്യാളനായി നിൽക്കുന്നൊരു സമയമാണ്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഒക്ടോബർ 1 സീക്രട്ട് ഏജന്റ് അർജുനന്റെ അനിയനെ കണ്ട് വീഡിയോ ഇട്ടതാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ ഒരു തുടക്കമായി മാറുന്നത്. ആ വീഡിയോയിൽ സായി മനാഫിനെ കുറിച്ച് വളരെ മോശമായി സംസാരിക്കുന്നുണ്ട്. മുഴുവൻ വീഡിയോ ഇവിടെ വെക്കാൻ പറ്റില്ല, നിങ്ങൾ അദ്ദേഹത്തിന്റെ യൂട്യൂബിൽ പോയി കാണാൻ. എനിക്ക് ഈ വിഷയത്തിൽ ഒരു തരത്തിലും സായിയെ ന്യായീകരിക്കാനോ അംഗീകരിക്കാനോ കഴിയില്ല. മുഴുവൻ പ്രശ്നങ്ങളും ഉണ്ടാക്കി വെച്ചിട്ട് കുളം തോണ്ടിയിട്ട് അവസാനം ഇതാ ഞാൻ പ്രശ്നങ്ങൾ പരിഹരിച്ചേ എന്നും പറഞ്ഞ് പെട്ടെന്നൊരു മിശിഹ ആയിട്ട് അവതരിക്കുന്നതും അതിന്റെ ക്രെഡിറ്റ് എടുക്കുന്നതൊക്കെ മോശമാണെന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അതെനിക്ക് പറയണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇനി സുനിത ദേവദാസിന്റെ ചാനലിൽ കയറിയിട്ട് നിങ്ങൾ ആ കംപ്ലീറ്റ് വീഡിയോ കാണും. ഓക്കെ, സുനിത ദേവദാസ് അവരുടെ ഡൗട്ടും അവർക്ക് തോന്നിയൊരു പെർസ്പെക്റ്റീവോ പറയുന്നത് ഐ കംപ്ലീറ്റ്ലി റെസ്പെക്ട്. ബിക്കോസ് കാര്യങ്ങളെ കുറിച്ചിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു വിവരം മാത്രമായിരിക്കും പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്കുള്ളത്. ഇപ്പം ഞാനും വേറൊരാളുടെ വീഡിയോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കോണ്ടൻറ്റ് ചെയ്യുമ്പോൾ അവരിട്ട വീഡിയോസ് മാത്രം ഓഡിറ്റ് ചെയ്തിട്ടായിരിക്കും ഞാനും സംസാരിക്കാറ്. സോ നമുക്ക് എപ്പോഴും അങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ പെർസ്പെക്റ്റീവിൽ നമുക്കൊരു ചെറിയ ഇതോ വരും. അതൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത് സുനിത അല്ലെങ്കിൽ സുനിതയെ പോലെയുള്ളവർ, ഞാനിപ്പോഴും സുനിതയുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പോയി നോക്കുമ്പോൾ ഇപ്പോഴും ഇന്നെ ഈ കുത്തിത്തിരിപ്പ് എന്ന് വിചാരിക്കുന്നവരോട് പറയാനുള്ളത് കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാൻ ആ വീട്ടിലേക്ക് പോവുക, എനിക്ക് ആ ഫാമിലീനെ ഇനി പറയാൻ ഒരു താല്പര്യമില്ല, അവരതിലേക്ക് കൊണ്ടുവരാൻ താല്പര്യമില്ല. ഞാൻ ആ വീട്ടിലേക്ക് പോകുന്നു, ഇനീഷ്യലി ഒരു വീഡിയോ ഇടുന്നു. ആ വീഡിയോനകത്ത് ക്ലിയർ ആയിട്ട് ആ വീട്ടുകാർ അനുഭവിക്കുന്ന അവസ്ഥകൾ ലോകത്തിനെ അറിയിക്കുക എന്നുള്ളതായിരുന്നു എനിക്ക് ചെയ്യേണ്ടിയിരുന്നത്. ഞാനത് കൃത്യമായിട്ട് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് ഡേ ഞാൻ കൊച്ചിയിലിൻ്റെ പരിപാടികൾക്ക് പോയി. അപ്പോഴാണ് പത്രസമ്മേളനവും കാര്യങ്ങളും വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ. നമ്മളൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ആ സ്ഥലത്ത് എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് വീക്ഷിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് സാധിക്കും.
ഓക്കെ, എനിക്ക് സാധിക്കും. എൻ്റെ വീക്ഷണത്തിൽ ആരൊക്കെയാണോ ഈ രണ്ട് പേരുടെ ഇഷ്യൂവിനകത്ത് ഈ പറഞ്ഞ റിലീജിയൻ പൊളിറ്റിക് എലമെൻ്റ് കയറ്റുന്നത്, അത് എത്രത്തോളം അളവിലുണ്ട് ഈ വിഷയത്തിൽ എന്നുള്ളത് മനസ്സിലായതുകൊണ്ട്. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഒരുപാട് സംഖ്യകളുടെ വീഡിയോസൊക്കെ ഇതിൽ കുത്തിത്തിരിപ്പ് മനാഫിനെതിരെ ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം അങ്ങനത്തെ ഒരു അടി തന്നെ ഇവിടെ നടന്നിട്ടുണ്ട്. രാഷ്ട്രീയവും മതവും കലർത്തിയ ഒരു സോഷ്യൽ മീഡിയ വാർ ഇവിടെ നടന്നിട്ടുണ്ട്. അല്ലാതെ ഗ്രൗണ്ട് ലെവലിലും ഇവിടെ കുറേ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. ഇത് മനസ്സിലാക്കി ഞാൻ കൃത്യമായിട്ട് എൻ്റെ വീഡിയോയിൽ അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചു. അത് ഞാനായിട്ട് അതിലേക്ക് മതം കൊണ്ടുവന്ന എലമെൻ്റ് ഇട്ടതല്ല. പലരും പറയാൻ മടിച്ച അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു, സുനിതയെ പോലെ. അത് ഞാൻ ആ വീഡിയോനകത്ത് പറഞ്ഞു. പിന്നെ എനിക്കൊരു ദേഷ്യം ഉണ്ടായിരുന്നു. എന്താ ദേഷ്യം എന്നറിയോ? നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആ വീട്ടുകാരുടെ വിഷമം ആരിലേക്കും കൺവേ ആയില്ലല്ലോ. അതൊരു പക്ഷേ മനാഫിൻ്റെ നന്മ അവരേക്കാൾ ഒരുപാട് കൂടുതൽ നിന്നത് കൊണ്ടും നന്മയുള്ള ഒരാളായതുകൊണ്ടും ആളുകളത് എന്ത് ചെയ്യുക, അതെടുത്തില്ല. ഓക്കെ, ആൻഡ് അവർക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയില്ല. ദാറ്റ്സ് എ ഫാക്ട്. ഇന്നലെ ഈ കോംപ്രമൈസ് എന്ന് പറഞ്ഞൊരു കോംപ്രമൈസ് അല്ല, ഇന്നലെ അവർ രണ്ടുപേരും ഒന്നായ സമയത്ത് അവർ തന്നെ പറയുന്നുണ്ട്, ചില പോയിന്റിൽ അവർ തമ്മിലുള്ള കണക്ഷൻ വിട്ടുപോയി. ഈ കണക്ഷൻ വിട്ടുപോയ സമയത്താണ് എന്നെ അവർ വിളിക്കുന്നത്. ഞാനായിട്ട് എന്തെങ്കിലും ചെയ്തു തരട്ടെ എന്ന് പറഞ്ഞ് കയറിപ്പോണതല്ല, എന്നെ അവർ വിളിച്ചിട്ടാണ് ഞാൻ പോയത്. അതിന് അവരുടേതായുള്ള കാരണങ്ങൾ അവർക്കുണ്ട്, അതവർ പറയാൻ റെഡിയാണ്. പക്ഷെ ഞാൻ അവരെ കൊണ്ട് വന്ന് പറയിപ്പിക്കില്ല, അതെൻ്റെ മാന്യത. ഓക്കെ, എനിക്കിനി ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ താല്പര്യമില്ല. അപ്പോൾ ആ കാരണം അവർ എന്നോട് പറഞ്ഞു, എന്നെ എന്തുകൊണ്ട് വിളിച്ചു എന്നുള്ളത് ഞാൻ ചോദിക്കുമല്ലോ. ഞാനത് ചോദിച്ചപ്പോൾ അവർ ഇന്ന കാരണം കൊണ്ടാണ് എന്നെ വിളിച്ചതെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു, കാര്യങ്ങൾ അറിഞ്ഞു, വീഡിയോ ചെയ്തു. അങ്ങനെ ആ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഏത് രീതിയിൽ മനാഫിനെ ഇവരെയും കൂടെ ഒന്ന് ഒന്നിപ്പിക്കാം എന്നുള്ള തോട്ട് അപ്പോൾ ഇല്ലാതിരുന്നത്. ആ വീട്ടുകാർ ഒരുപാട് ട്രൈ ചെയ്തിരുന്നു ആ സമയത്ത് മനാഫിനെ കണക്ട് ചെയ്യാൻ. ഇത് നിങ്ങൾ കൃത്യമായി, നിങ്ങൾക്ക് വീഡിയോ തെളിവുണ്ട്. പല വീഡിയോയിലും മനാഫും പറയുന്നുണ്ട്, അവരെന്നെ കോൺടാക്ട് ചെയ്തപ്പോഴും ഞാൻ അവരെ തിരിച്ച് കോൺടാക്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എവിടെയോ കണക്ഷൻ മിസ്സായി എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. സോ അവരത് നല്ല രീതിയിൽ ട്രൈ ചെയ്തൊരു കാര്യമാണ്. അവരറിയുന്നവർ, പരസ്പരം നല്ല രീതിയിൽ അറിയുന്ന അവരും അവരുടെ ചുറ്റും നിൽക്കുന്ന ആളുകൾ വിചാരിച്ചിട്ട് വരെ ഈ രണ്ട് ടീമിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല, കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത്രയും ദിവസം അനുഭവിച്ചതിന് മുകളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അവർ. അപ്പോൾ ആ സാഹചര്യത്തിൽ ഞാൻ ഒരാൾ പോയിട്ട് പെട്ടെന്ന് മനാഫ് ഇവിടെ വരൂ, അർജുൻ്റെ വീട്ടുകാർ ഇവിടെ വരും എന്ന് പറഞ്ഞാൽ നടക്കൂല. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പം ആ വീട്ടിൽ ചെന്നിട്ട് അർജുൻ്റെ ഫാമിലിക്ക് എൻ്റെ വീഡിയോ കാരണം ഒരു മനസ്സമാനമാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇടാനേ പറ്റൂ. അത് ഞാൻ ചെയ്തു. അതിനുശേഷം നടന്ന പത്രസമ്മേളനം അവർ തന്നെ പറയുന്നു, ജിതിൻ തന്നെ പറയുന്നു, അത് ആളുകളിലേക്ക് കൺവേ ചെയ്യാൻ പറ്റിയില്ല. മനസ്സിലായോ? അവർക്ക് അങ്ങനെ ശീലമില്ല. ആ വ്യക്തി ഒരു മീഡിയ പേഴ്സൺ അല്ല. ഈ എന്താ പറയുക, നമ്മളെപ്പോലെയൊന്നും അങ്ങനെ ക്യാമറേന് മുന്നിൽ കാര്യങ്ങൾ കൃത്യമായി പ്രസൻറ്റ് ചെയ്യാൻ അറിയുന്ന ഒരാളല്ല. അതുകൊണ്ട് അയാൾക്ക് പാളിപ്പോയി. എന്ത് ചെയ്യാനാ, മനുഷ്യനാണ്. പിന്നെ അത് വീണ്ടും എയറിലായി. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു. അപ്പോൾ കൃത്യമായി അർജുൻ്റെ വീട്ടുകാരും മനാഫും പറയുന്നുണ്ട്, അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. പിന്നെ അവർ തമ്മിൽ പറയുന്നുണ്ട്, ഈ പറഞ്ഞ എന്താ പറയുക മിസ്റ്റേക്കുകൾ തിരുത്താൻ ഇനീഷ്യേഷൻ എടുക്കണം. വേണ്ട, ഇനീഷ്യേറ്റ് ചെയ്യണം ഒരാൾ. അപ്പം ഞാൻ ഈ എൻ്റെ രണ്ടാമത്തെ വീഡിയോ, മഞ്ഞക്കണ്ണട്ട വീഡിയോ, മഞ്ഞപ്പിത്തം പിടിച്ച മഞ്ഞക്കണ്ണട്ട വീഡിയോ, അതിലെൻ്റെ വികാരമുണ്ട്. കാരണം എനിക്ക് ഭയങ്കര ദേഷ്യവും സങ്കടമായിരുന്നു അന്ന്. എന്തുകൊണ്ട് ഈ ഫാമിലി ആരും മനസ്സിലാക്കുന്നുള്ള ദേഷ്യത്തിൻ്റെ ഔട്ട് ബ്രേക്കാണ് കണ്ടത്. കാരണം രാഷ്ട്രീയക്കാരും ഇവിടുത്തെ മത നേതാക്കന്മാരും ഇവിടുത്തെ 24/7 സാറ്റലൈറ്റ് ചാനലുകളും വെച്ചാഘോഷിക്കുന്നവരെ ഒരാൾ പോലും സെറ്റിൽമെൻറ്റിൽ നോക്കിയല്ലോ. എന്താ നോക്കാഞ്ഞേ? ഒരുപാട് രാഷ്ട്രീയക്കാർ ഇടപെട്ടതല്ലേ. സുനിതയ്ക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് എനിക്കൊരു ഉത്തരം തരാനുള്ളത് ഇവിടെയാണ്. എന്തുകൊണ്ട് ഇവരുടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഒരു രാഷ്ട്രീയ നേതാക്കന്മാരോ മത നേതാക്കന്മാരോ ഒരു 24/7 ചാനലുകാരോ വന്നില്ല? ഇന്നലെ ഈ ഒരു ടോക്ക് നടക്കുന്നതിൻ്റെ ജസ്റ്റ് ഒരു 9 മണിയോ 8 മണിക്കോ ഉള്ള ന്യൂസിലാണ് 24 ഹാഷ്മി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്, അല്ലേ? പക്ഷെ അപ്പോഴൊക്കെ ഞാനവിടെ പുറത്തുണ്ട്. മനാഫ് അവിടെ കോഴിക്കോട് 24 ബൈറ്റ് കൊടുക്കുമ്പോഴൊക്കെ ഞാൻ പുറത്താണ്. ഞങ്ങളിതിൽ ഡിസ്കഷൻ കഴിഞ്ഞിട്ടാണ് അവിടെ ആ സാധനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊക്കെ എത്രയോ മുന്നേ ഈ കാര്യം പറഞ്ഞ് അവിടെ എത്തിയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ അവിടെ ഉള്ള ആൾക്കാർക്ക് ഒന്നും ഇത് സെറ്റിൽമെൻ്റ് ആക്കാനുള്ള അല്ലെങ്കിൽ മൈൻഡില്ല, അല്ലെങ്കിൽ അവർ നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ അവരെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ. അപ്പോൾ ഞാനവിടെ പോകുമ്പോൾ വീഡിയോ ഇടുന്നു, അതിനുശേഷം ഈ പത്രസമ്മേളനം നടക്കുന്നു, എഗെയിൻ എൻ്റെ ഒരു വീഡിയോ വരുന്നു. കംപ്ലീറ്റ്ലി ഇത് കാര്യങ്ങൾ വളരെ വേഴ്സ്റ്റായിട്ട് പോകുമ്പോൾ ഞാൻ അർജുൻ്റെ ബ്രദറിനോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നു, കുഴപ്പമില്ലടാ, സീനില്ല എന്ന് പറഞ്ഞപ്പോൾ എവിടുന്നോ എന്നോട് പറയുന്നു, ഒരാൾ വിളിച്ചു, സായി ഏട്ടാ ഇങ്ങനെ മനാഫിന്
ഒന്ന് സംസാരിക്കണം നമ്മളെ കണ്ടിട്ട്. അവിടെ നിന്നാണ് കേട്ടോ മനാഫിനെ വന്നു ഇനീഷ്യേറ്റ് ചെയ്തു അവർ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇറ്റ്സ് ഗുഡ്, നടക്കട്ടെ. ഞാൻ ഇങ്ങനെ പറയാം, നടക്കുന്ന സമയത്ത് എന്നോട് പറയണം അവർ വരികയാണെങ്കിൽ. ഇതാണ് ഞാൻ പറഞ്ഞത്. കണ്ടിന്യൂസ്ലി പിന്നെ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വീട്ടിലേക്ക്. അർജുൻ്റെ ബ്രദർ എന്നോട് പറയണം, സമയം പറയണം, എനിക്ക് മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് വരെ വരണം. കാരണം ഞാനും ഇതിലൊരു എന്താ പറയുക, നിങ്ങളുടെ വീഡിയോ ഇട്ട ഒരാളാണ്. സോ അവിടെ മനാഫ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഡെഫിനറ്റ്ലി എന്തായിട്ടുണ്ടാവും, ഒരു സംഗതി തോന്നിക്കാണും. അതുകൊണ്ട് എന്നെ വിളിക്കണം. ഇത് പറയുന്നതിന് മുമ്പ് മനാഫിനെ ഞാൻ ഈ പറഞ്ഞ അർജുനെ രാവിലെ വിളിക്കുന്നതിൻ്റെ തലേ ദിവസം മഞ്ചേരിയിൽ 8 മണിക്ക് മനാഫിനൊരു കടയുടെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. എൻ്റെ മൈൻഡിൽ തോന്നിയൊരു കാര്യമുണ്ട്, ഒന്ന് വിളിച്ചിട്ട് മനാഫിൻ്റെ പേഴ്സ്പെക്റ്റീവ് കേൾക്കാം. ഇത് സെറ്റിൽമെൻറ്റിനല്ല, മനാഫിൻ്റെ പേഴ്സ്പെക്റ്റീവ് കേൾക്കാമെന്നായിരുന്നു. പക്ഷേ എനിക്ക് അവിടെ പോയ സമയത്ത് ഒരുപാട് മീഡിയ, ഞാൻ മനാഫിനോട് പറഞ്ഞു ഒരുപാട് മീഡിയയും ക്യാമറയിലേക്ക് വരുന്നില്ല. അവിടെ ചെന്നപ്പോൾ അങ്ങനെയായിരുന്നു, ഒരുപാട് മീഡിയയും ക്യാമറയിലുള്ളതുകൊണ്ട് ഞാൻ അവിടുന്ന് പോയില്ല. ഞാൻ അവിടെ പോയി, അവിടെ കണ്ടു, പക്ഷേ മനാഫിലേക്ക് ഞാൻ എത്തിയില്ല. അവിടെ കുറേ ആളും മീഡിയ ഉള്ളതുകൊണ്ട് ഞാൻ തിരിച്ച് വിഡ്രോ ചെയ്തിട്ട് മലപ്പുറത്തേക്ക് പോകുന്നു. ആൻഡ് നെക്സ്റ്റ് ഡേ ആണ് ഞാൻ അർജുനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അതായത് അർജുൻ പറയുന്നു ഇതേപോലെ, അർജുനല്ലേ അഭിജിത്ത് പറയുന്നു, സോറി മാറിപ്പോയതാ, അഭിജിത്ത് പറയുന്നു ഇങ്ങനെ ഒരു കോള് വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. രാവിലെ കഴിഞ്ഞു, ഉച്ച കഴിഞ്ഞു, ഏകദേശം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇത് ഇവരെ തമ്മിൽ എവിടെയോ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പോ അല്ലെങ്കിൽ നടുവിൽ നിൽക്കാൻ ഒരാളോ ഇല്ലാത്തതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ. അന്നത്തെ ആ ദിവസം സിറ്റുവേഷനിൽ വീട്ടുകാർക്കും മനാഫിൻ്റെ ആളുകൾക്കും തമ്മിൽ സംസാരിച്ച് തീർക്കണം എന്നുള്ള മൈൻഡിലാണ് അവർ നിൽക്കുന്നത്. ഓക്കെ, ഞാൻ കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്തു, ഖാദർ കരിപ്പൊടിനെ വിളിക്കുന്നു. ഖാദർ കരിപ്പൊടി അൽബാബുവിനെ വിളിക്കുന്നു. അൽബാബു കോഴിക്കോട് എന്നോട് വരാൻ പറയുന്നു. ഞാൻ വണ്ടി എടുത്ത് ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അവിടെ കോഴിക്കോട് എത്തുന്നു. ബാബുക്കയും പിന്നെ നമ്മുടെ നൗഷാദ് ഭായിയും ഞാനും എല്ലാവരും കൂടി മനാഫിനെ കാണാൻ പോകുന്നു. അവിടെ വേറെ ബാബു, പിന്നെ നമ്മുടെ അൽഫുക്ക, ഇവരൊക്കെ മനാഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ അവരോട് ആദ്യം കാര്യം പറയുന്നു. ഇതൊക്കെ നടക്കുന്നതൊരു 6-7 ആ ടൈമിലാട്ടോ. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ ചേംബർ ഓഫ് കൊമേഴ്സിക്ക് ആരും വരുന്നു, മനാഫ് വരുന്നു. മനാഫിന് അപ്പോൾ ആ ടൈമിൽ അവിടെ വെച്ചിട്ട് എന്തോ ഒരു സ്വീകരണമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം മനാഫ് 24 ചാനലിൽ അവിടെ ബൈറ്റ് കൊടുക്കുക എന്നുള്ളത് അറിഞ്ഞു. ആ ചാനൽ ചർച്ചയിലാണെങ്കിലും ഹാഷ്മി പറയുന്നു, അപ്പോൾ ഹാഷ്മി ക്രെഡിറ്റ് കൊണ്ടുപോയി പലരും പറയുന്നുണ്ട്. ഒരു വിഷയവുമില്ല, നോ വറീസ്. കാരണം ഹാഷ്മി എഫേർട്ട് എടുത്തിട്ടുണ്ട്. ആ വീട്ടിലേക്ക് വിളിച്ച് സംസാരിക്കുന്നത്, ഹാഷ്മി വിളിച്ച് സംസാരിക്കുന്നത് എനിക്കറിയാം, ഹാഷ്മി മനാഫിനോട് സംസാരിക്കുന്നത് എനിക്കറിയാം. ഹാഷ്മി ആ ചാനൽ ചർച്ചയിലാണെങ്കിലും ഇത് ഒത്തുതീർപ്പാക്ക് എന്ന് പറയുന്ന ഒരു വലിയ വാക്ക് തന്നെയാണ്. അതൊരു മനുഷ്യന് ചിലപ്പോൾ തോന്നുകയാണ്. കാരണം ഞാൻ അന്ന് രാത്രി 24-ൻ്റെ ചർച്ച കഴിഞ്ഞു, ഞാൻ മനാഫ് പുറത്തിറങ്ങി, മനാഫിനെ കണ്ടു, സംസാരിക്കാൻ തുടങ്ങി. ഞങ്ങൾ സംസാരിച്ചിട്ട് കോഴിക്കോട് നിന്ന് പിരിയുന്നത് ഏകദേശം 1:15 രാത്രി. ഓക്കെ, അപ്പോൾ അവിടേക്ക് മനാഫിൻ്റെ ക്ഷമ ഞാൻ സമ്മതിച്ചു. കാരണം മനാഫ് എല്ലാം കേൾക്കുന്നുണ്ട്, മനാഫ് റെഡിയാണ്. അത് വലിയ കാര്യം, മനാഫ് വലിയ കാര്യമാണ് ആ ചെയ്തത്. അതേപോലെ തന്നെ മനാഫ് വന്നു കഴിഞ്ഞാൽ വളരെ എന്താ പറയുക, ക്ലീനായിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ അർജുൻ്റെ ഫാമിലി റെഡിയാണ്. അവർക്കും അവിടെ പ്രൊവോക്കേഷൻ്റെ പോയിൻ്റ് ഒന്നുമില്ല, അവരും റെഡിയാണ്. ഓക്കെ, അപ്പോൾ ഈ സാഹചര്യത്തിൽ നിങ്ങൾ ആലോചിക്കണം, ഈ സാഹചര്യത്തിൽ ഞാൻ നെക്സ്റ്റ് ഡേ കണ്ടിന്യൂസ്ലി രാത്രി 2 ആളോടും ഒരാളോട് ഫോണിൽ സംസാരിക്കുന്നു, അർജുൻ്റെ വീട്ടുകാരോട്, മനാഫിനോട് നേരിട്ട് സംസാരിക്കുന്നു. ഞാൻ രാത്രി കോഴിക്കോട് നിന്ന് പോകുന്നു, കിടന്നു. രാവിലെയായി, വീണ്ടും അറിയാമല്ലോ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും ഇനി പറയണ്ട. അങ്ങനെ രാവിലെ ആവുന്നു, ഒരു ടെൻഷൻ വരുന്നു, അയ്യോ നടക്കാതെ ആവുമോ എന്നുള്ളൊരു ടെൻഷൻ വരുന്നു. പിന്നെ ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത്, ഞാൻ ഈ അർജുൻ്റെ വീട്ടിൽ ഈ കാര്യങ്ങൾ ഫസ്റ്റ് എന്നെ വിളിച്ചിട്ട് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, ഇപ്പം സുനിത ചോദിച്ച പോലെ തന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് അപ്പം നേരിട്ട് സംസാരിച്ചുകൂടാന്നുള്ളൊരു ചോദ്യത്തിന് ഒരു ഉത്തരം ഞാൻ പറയാം. അന്ന് ഞാൻ ആ വീട്ടിൽ പോയ ദിവസം മനാഫിൻ്റെ ബ്രദർ അവിടെ ഉണ്ട്, മുബീൻ, മനസ്സിലായോ? അപ്പോൾ അവർ വിചാരിച്ചിട്ട് പോലും ഇത് അടുക്കുന്നുണ്ടായിരുന്നില്ല, മനസ്സിലായില്ലേ? മുബീൻ അവിടെ ഉണ്ട്. ഞാൻ വണ്ടി എടുത്ത് പോകുമ്പോൾ മുബീൻ അവിടെ നിൽക്കുന്നുണ്ട്, ആളിനോട് വർത്തമാനം പറയുന്നുണ്ട്. ഇതെന്തോ ഒരു ചെറിയൊരു ഇഷ്യൂ, ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പായിരുന്നു. അപ്പം അത്രയും അവർ തമ്മിൽ നോക്കാത്തൊരു കാര്യം ഇടയിൽ ഫസ്റ്റ് ദിവസം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല, മനസ്സിലായി? എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാൻ ആ ഫാമിലീൻ്റെ വിഷമം പുറത്തറിയിക്കുക, അത്രേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പം എന്താണെങ്കിലും ആ ഒരു സെക്കൻഡ് ഡേ, അതായത് ഇന്നലെ 3rd ഡേ, ഇന്നലെ ആ തുടക്കം രാവിലെ തുടങ്ങുമ്പോൾ തന്നെ ഒരു പേടി മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ
ഒരു കോൺഫിഡൻസിൽ ഇവിടുന്ന് ഞാൻ ഇറങ്ങിപ്പോയി. കോഴിക്കോടെത്തി കാര്യങ്ങളിങ്ങനെ ഓരോന്നായിട്ട് കറക്റ്റ് വന്നു. ഖാദർഭായി ഭാര്യ കൊച്ചി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാന്ന് പറഞ്ഞിട്ടാണ് കാസർഗോഡ് നിന്ന് വണ്ടി എടുത്ത് വരുന്നത്. ഖാദർഭായി വണ്ടി എടുത്ത് വന്ന് ഖാദർഭായിനോട് ഞാൻ അന്ന് രാത്രി കോഴിക്കോട് നിന്ന് മനാഫിനോടും അർജുൻ്റെ ഫാമിലിനോടും ഒക്കെ പറഞ്ഞ് സെറ്റാക്കി പോരുന്ന ദിവസം പറഞ്ഞിരുന്നു, നിങ്ങളിവിടെ റൂം എടുത്ത് താമസിക്കണം, നാളെ നിങ്ങളും വേണം. മനസ്സിലായോ? അത് ഞാൻ പറയാൻ കാരണം എനിക്ക് ഖാദർഭായിൻ്റെ മുകളിലുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, ഒരു കോംപ്രമൈസ് ടോക്കിൽ വരുന്ന സമയത്ത്, ഇതേപോലൊരു കാര്യത്തിൽ വരുന്ന സമയത്ത് ഈ ക്യാൻ ഡെലിവർ. കാരണം കറക്റ്റ് പേഴ്സണാണ്, നന്നായിട്ട് സംസാരിക്കും, നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയാം. അപ്പം അങ്ങനെ ഖാദർഭായി അവിടെ നിന്നു. വലിയ താങ്ക് യു ഉണ്ട് ഖാദർഭായിക്ക്. ഞാൻ വൈഫ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ആരും അങ്ങനെ ചെയ്യില്ല. ഖാദർഭായി അവിടെ നിന്നു. അൽബാബു ഭയങ്കരമായിട്ടുള്ള എഫേർട്ട് എടുത്തിട്ടുണ്ട്, ഒരു രക്ഷയില്ലാത്ത എഫേർട്ടാണ്. അൽബാബൊക്കെ ഒരാളെ അങ്ങനെ ഇത്രത്തോളം പറഞ്ഞു നിൽക്കുന്നത്, നിങ്ങൾ ചെയ്യ് നൗഷാദ് ഭായി ചെയ്യ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും ഉണ്ടാ. മനാഫിൻ്റെ ഭാഗത്തുള്ള എല്ലാവരും, അർജുൻ്റെ ഫാമിലീൻ്റെ ഭാഗത്തുള്ള എല്ലാവരുടെയും ആവശ്യം ഇത് തീർക്കലായി ആണ് എന്നുള്ള ഒരു പോയിന്റിലേക്ക് എത്തിയപ്പോൾ രാവിലെ ആ ചർച്ച സക്സസ്ഫുള്ളായി, വളരെ സക്സസ്ഫുള്ളായി ആ ചർച്ച. പിന്നെ ആ ചർച്ചയിലേക്ക് വരുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു അവിടെയുള്ള എല്ലാവരോടും. എനിക്കെന്തോ ഞാൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാവാം 2 ഭാഗത്തുള്ള ആളുകളും എൻ്റെ വാക്ക് ഭയങ്കരമായിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനോട് പറഞ്ഞു മീഡിയാസ് ഒന്നും വേണ്ട, കാരണം വേറൊന്നുമല്ല, ചോദ്യങ്ങൾ പലതും വരും അവർ വന്നു കഴിഞ്ഞാൽ, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ രാഷ്ട്രീയം, മതം, അവിടെ വന്നിരുന്ന റിലേറ്റീവ്സ് അല്ലെങ്കിൽ വന്നിരുന്ന ആളുകളിൽ പേഴ്സണലി രാഷ്ട്രീയമുള്ള ആളുകളോ അല്ലെങ്കിൽ നിങ്ങൾ കാണുമ്പോൾ ഒരു രാഷ്ട്രീയമുള്ള ആളുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു മതപരമായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷെ അവരൊക്കെ പച്ച മനുഷ്യന്മാരായിട്ട് വന്നിട്ട് അവിടെ ഇരുന്നിട്ടുള്ളത്. അവരുടെയൊക്കെ ആവശ്യം എന്താണെന്നറിയോ? ഇവരൊന്ന് ഒന്നിക്കണം എന്നായിരുന്നു. ഇതിവിടെ തീരണം, ഇനി ഒരു കഴുകനും ഇട്ട് കൊടുക്കണ്ട എന്നുള്ള രീതിക്കായിരുന്നു. അങ്ങനെ അവിടെ വന്നു, ചർച്ച നടന്നു. അതിനുശേഷം ഇത് പുറം ലോകത്തിനെ അറിയിക്കണമല്ലോ. അപ്പോൾ ആ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഈ ഇന്നലെ കണ്ട വീഡിയോ എടുത്തു, എല്ലാ പത്രമാധ്യമങ്ങൾക്കും അയച്ചു കൊടുത്തു, നമ്മളും പോസ്റ്റ് ചെയ്തു. വളരെ ഹാപ്പി ആയിട്ട് എല്ലാവരും, ഇപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരും മുന്നോട്ട് പോകുന്നു. അതിനിടയിൽ വീണ്ടും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പഠിച്ചൊരു പാഠമുണ്ട് അർജുൻ മനാഫ് കാര്യത്തിൽ നിന്ന്. സുനിത ദേവദാസ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ക്രെഡിറ്റ് എടുക്കലാണോ സായിന്ന്? അങ്ങനെയാണെങ്കിൽ 24-ൽ ഇന്നലെ ഹാഷ്മി 24-ൽ സംസാരിച്ചത് കൊണ്ട് 24 ഇടപെട്ടത് കൊണ്ട് ഈ വിഷയം സെറ്റിലായി എന്ന് പറയുമ്പോൾ അത് പലർക്കും ക്രെഡിറ്റ് എടുക്കലാണ്. ഇപ്പം എനിക്ക് തന്നെ പറഞ്ഞൂടെ ക്രെഡിറ്റ് എടുക്കലാന്ന് പറയാം, പക്ഷെ അങ്ങനെയല്ല. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള എഫേർട്ട് ഇതിലിട്ടിട്ടുണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മനസ്സിലായ? അപ്പോൾ ഹാഷ്മി ആണെങ്കിലും എഫേർട്ട് ഇട്ടു, ഞാനാണെങ്കിലും എഫേർട്ട് ഇട്ടു. പിന്നെ ഞാനിത് പറയാൻ കാരണം, ഞാൻ ഇതിനു മുമ്പ് ഇതേപോലെ ഞാൻ എഫേർട്ട് ഇട്ടിട്ടുണ്ടായ കാര്യങ്ങളെക്കുറിച്ചൊന്നും അല്ലെങ്കിൽ ക്രെഡിറ്റോ ഞാൻ സംസാരിച്ചിട്ടില്ല. എൻ്റെ ചാനലിൽ ഞാൻ സംസാരിച്ചിട്ടില്ല. എത്രയോ കാര്യങ്ങളിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിനൊക്കെ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. ചിലതൊരു ഹാഫ് വേ ആയിട്ടുണ്ട്, ചിലത് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ നിയമ തടസ്സങ്ങളോട് നിൽക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എവിടെയും വന്നിട്ട് എന്ത് ചെയ്തിട്ടില്ല, ഞാൻ വീഡിയോ ഇട്ടതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, ഞാൻ ക്രെഡിറ്റ് എടുത്തിട്ടില്ല. പക്ഷേ ഈ വിഷയത്തിൽ ഞാൻ പഠിച്ച പാടെന്താ അറിയൂ? സുനിത അടക്കമുള്ളവർ മനസ്സിലാക്കേണ്ടത്, നമ്മളെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, നമ്മളെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ, നമ്മളെക്കുറിച്ച് വളരെ മിസ്ലീഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്തു എന്നുള്ളത് ലോകത്തിനെ അറിയിച്ചാലേ നമ്മളതിൽ ക്ലിയർ ആണെന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. മനസ്സിലായോ? അല്ലാതെ നമ്മളിങ്ങനെ കൈ പൊക്കി പിടിച്ച് ഞാൻ പറഞ്ഞു എൻ്റെ കൈ ശുദ്ധമാണ് എന്നുള്ളത് സർക്കാസം പിടിച്ച് പറഞ്ഞതാണ്. മനസ്സിലായോ? സർക്കാസം പിടിച്ച് പറഞ്ഞതാണ്. പക്ഷേ ഞാൻ ആ സർക്കാസത്തിലൊരു സത്യം ഉണ്ടായിരുന്നു. വൺ ഡേ കൈ പൊക്കി പിടിച്ച് ഞാൻ പറയുന്നത്, വൺ ഡേ അങ്ങനൊരു ദിവസം വരും, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് പ്രൂവ് ആവുന്ന ഒരു ദിവസം. ആ ദിവസം വന്നു. നിങ്ങൾ കോമൺ സെൻസ്, സാധാരണക്കാരൻ്റെ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് നാസയിൽ റോക്കറ്റ് വിടുന്ന ബുദ്ധിയൊന്നും വേണ്ട. ഞാനാണ് ഇവരെ തമ്മിലടുപ്പിക്കുന്ന ആട്ടുംതോലിട്ട ചെന്നായാന്നുണ്ടെങ്കിൽ എന്നെ ഇവരവിടെ ഒരു നേരം നിർത്തില്ല. എൻ്റെ വാക്ക് ഇവരാരും കേൾക്കില്ല. മനസ്സിലായോ? ഞാൻ സമാധാനത്തിൽ വന്ന് രാവിലെ വീട്ടിലിരുന്നിട്ട് ഇന്ന് ഫുഡ് കഴിച്ചു. പിന്നെ ഭാര്യ സമാധാനമായി. കാരണം അവർക്ക് അടക്കാറായി എൻ്റെ സ്ട്രെസ് അത്രയാന്നുള്ളത്. ഞാൻ വിളിച്ചിട്ടില്ല സ്നേഹനെ ഈ 2-3 ദിവസം. മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഉറങ്ങാഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ ഗിള് പറഞ്ഞ ഒച്ചയൊക്കെ തലേൻ്റെ ഇവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെ എല്ലാം സെറ്റിലായി നീച്ചു, കണ്ടൻറ്റുകൾ ചെയ്യാം, പുതിയത് ഈ ലൂപ്പിൽ നിന്ന് പോയല്ലോ, സമാധാനം ആയല്ലോ എന്ന് വെച്ചുമ്പോൾ സുനിതയുടെ ഡൗട്ട്സ് പറയാം. പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഞാൻ ഒരു തരി പോലും ഇവിടെ ഒരു കുത്തിത്തിരിപ്പിലൂടെ പിന്നെ സുനിത പറയുന്ന ഒരു കാര്യം,
കണ്ടൻറ്റ് ചെയ്യാം. ആണ്, സുനിതയ്ക്കും കണ്ടൻറ്റാണ്, എനിക്കും കണ്ടൻറ്റാണ്. പിന്നെ ഈ കണ്ടൻറ്റ് കുറേ കാലം മുന്നോട്ട് പോകണം എന്ന് താല്പര്യമുള്ളവർക്ക് ഇത് റിലേറ്റഡ് ആയിട്ട് കുത്തിത്തിരിപ്പുമായിട്ട് വേണമെങ്കിൽ പോവാം. മനസ്സിലായോ? അത് കട്ട് ഓഫ് ചെയ്യാണ് സത്യത്തിൽ ഇന്നലെ മനാഫിനെ അർജുൻ്റെ ഫാമിലിനെ ഒന്നിപ്പിച്ചപ്പോൾ ഉണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അതിനു വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും എഫേർട്ട് എടുത്തത്. പിന്നെ മനാഫിൻ്റെ ഔദാര്യത്തിലാണോ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനാഫിൻ്റെ മാത്രമല്ല, അർജുൻ്റെ ഫാമിലീൻ്റെ മാത്രമല്ല, ഒരു ഔദാര്യ കണക്കുമല്ല അവിടെ പറയേണ്ടത്. അവരുടെയൊക്കെ മനസ്സാണ്, അർജുൻ്റെ ഫാമിലീൻ്റെ മനസ്സ്. കാരണം നമുക്ക് എത്ര ദേഷ്യം തോന്നിയാലും ഒരു പോയിന്റിൽ അർജുൻ എന്നൊരു ഫാക്ടറിന് വേണ്ടി ഒപ്പം നിന്നവരാണ് ഇവരെല്ലാവരും. അവിടെ ഔദാര്യം എന്നല്ല പറയണ്ടത്, അല്ലെങ്കിൽ അവരുടെ ഒരാളുടെ ഒരു ഭാഗത്തിൻ്റെ വലിയ മനസ്സ് എന്നല്ല പറയണ്ടത്. ഇപ്പം എൻ്റെ കാര്യം വരുമ്പോൾ എനിക്ക് പറയാം, മനാഫ് വണ്ടിയിൽ വന്നിരുന്ന് എന്നെക്കുറിച്ച് സംസാരിച്ചത് മനാഫിൻ്റെ നല്ല മനസ്സ്. പക്ഷെ ആ കാര്യം നടന്നത് അർജുൻ്റെ വീട്ടുകാരതും മനാഫിൻ്റെ ഒപ്പം വന്നവരും അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നവരും ഓരോ വ്യക്തികളുടെയും നല്ല മനസ്സും കാര്യങ്ങളും കൊണ്ടാണ്. മനസ്സിലായോ? പിന്നെ ക്രെഡിറ്റിൻ്റെ കാര്യം ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ക്രെഡിറ്റ് പറഞ്ഞതാണ് തെറ്റ് എന്നുണ്ടെങ്കിൽ എനിക്കത് ഈ കാര്യത്തിൽ തെറ്റായി തോന്നുന്നില്ല. ഞാൻ ഈ ലോകത്തുനിന്ന് പഠിച്ചത് എന്താ അറിയോ, നമ്മളൊരു കാര്യം ചെയ്തിട്ട് അത് പുറം ലോകത്തിനെ അറിയിക്കാതിരിക്കുന്നതോറും നമ്മൾ ഏറ്റവും വലിയ ദുഷ്ടനും തെണ്ടിയും കുറ്റാരോപിതനും ആവും. ഇവിടുത്തെ രാഷ്ട്രീയക്കാരെന്തിനാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? ഇവിടുത്തെ മീഡിയാസ് എന്തിനാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? അവർ ചെയ്ത കാര്യങ്ങൾ റിസൾട്ട് ഉണ്ടായ പുറത്തറിയിക്കുന്നത് അവർ ചെയ്തു എന്നറിയുമ്പോൾ നാളെ അവർക്ക് റെസ്പെക്റ്റ് കിട്ടും. അവർ ചെയ്ത കാര്യങ്ങൾ പുറം ലോകത്ത് അറിയിക്കുക. അത് ചെയ്യാതെ പോയതാണ് ഞാൻ ചെയ്ത തെറ്റ് ഇത്രയും കാലം. അത് ചെയ്യാതെ പോയതാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഞാനത് തിരുത്തി. ഞാൻ പ്രൗഡായിട്ട് പറയും, ഐ ഹാവ് ഡൺ ഇറ്റ്. കാറിൽ മാത്രം ഇരിക്കുന്ന സീക്രട്ട് ഏജൻറ്റ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ നിങ്ങൾ എപ്പോഴും കളിയാക്കിയത് കാറിൽ മാത്രം ഇരിക്കുന്നവനായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് എന്താ പറയാനില്ല? ഞാൻ കാറിന് പുറത്തിറങ്ങി, ഞാൻ ചെയ്തു. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഒരുപാട് പേര് നിന്നു, അവരൊക്കെ ഹെൽപ്പ് ചെയ്തു, ഒറ്റക്കെട്ടായിട്ട് ചെയ്തു. എന്താ കുഴപ്പം? പിന്നെ രാഷ്ട്രീയക്കാർക്ക് സെറ്റിൽമെൻറ്റ് കാര്യങ്ങളൊക്കെ രാഷ്ട്രീയക്കാരാണല്ലോ സാധാരണ ചെയ്യാറ്. അത് ചിലപ്പോൾ അവർ ചെയ്യാത്തത് കൊണ്ട്, രാഷ്ട്രീയക്കാരെ അടുപ്പിക്കാത്തത് കൊണ്ട്, ഇല്ലെങ്കിൽ കുറച്ച് മത നേതാക്കന്മാരെ അടുപ്പിക്കാത്തത് കൊണ്ട്, ഇല്ലെങ്കിൽ ഏതെങ്കിലും 24/7 സാറ്റലൈറ്റ് ചാനലിനെ അടുപ്പിക്കാത്തത് കൊണ്ടുള്ള പ്രശ്നം കൊണ്ട് പറയുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു, നിങ്ങളൊന്നും ഇടപെട്ടാൽ തീരില്ലായിരുന്നു പ്രശ്നം. മനസ്സിലായോ? കുറച്ച് പച്ചയായ മനുഷ്യന്മാർ വേണ്ടിയിരുന്നു അവിടെ പ്രശ്നം തീരാൻ. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് തീർത്തു. ഇനിയും സുനിതയ്ക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കോ തെറ്റിദ്ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും എന്നെ വലിച്ചു കീറാം, എനിക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഞാൻ കംപ്ലീറ്റ് കാര്യങ്ങളും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിലും കൂടുതൽ എനിക്ക് ഈ വിഷയം വ്യക്തമാക്കാൻ താല്പര്യമില്ല, ഈ ലൂപ്പിൽ വന്നിരിക്കാൻ താല്പര്യമില്ല. മനാഫാണെങ്കിലും അർജുൻ്റെ വീട്ടുകാരാണെങ്കിലും ഒക്കെ എന്നോട് ഭയങ്കര ഹാപ്പിയാണ്. ഞാനിപ്പോഴും വിളിക്കാറും സംസാരിക്കുന്നുണ്ട്. ഇന്ന് രാവിലെയും വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു. നിങ്ങൾക്ക് എന്നെ ഇനി ബലിയാടാക്കണം എന്നാണെങ്കിൽ ഒരു കൂട്ടം ആളുകൾക്ക് നിങ്ങളാക്കിക്കോ. ഓക്കെ, ഞാൻ എൻ്റെ വഴിക്ക് ഇനി ഈ കണ്ടൻറ്റ് പിടിക്കാതെ പോകും. ഞാൻ മനാഫ് റിലേറ്റഡ് ആയിട്ടൊക്കെ കണ്ടൻറ്റ് ചെയ്യും. പക്ഷേ ഈ മനാഫ് അർജുൻ ഫാമിലി ഈ വിഷയത്തിലേക്ക് ഇനി കണ്ടൻറ്റ് ഇല്ല. ഈ ലൂപ്പ് ഇവിടെ എൻഡായി. ആൻഡ് ഐ റെസ്പെക്ട് എവ്രി വൺസ് തോട്ട്. എല്ലാവരുടെ തോട്ടും ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. ബട്ട് ഞാൻ വീണ്ടും പറയുന്നു, ഞാനല്ലടേ ചെയ്തത്.